നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ഇനിയും ബാക്കിയുണ്ടോ? അതില്ലെങ്കിൽ ഇന്നലെ പെൻഷൻ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുമുണ്ട്. ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിച്ചത്? ഇന്നലെ ലഭിക്കാത്ത ആളുകൾക്ക് ഇനി എന്നാണ് പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോസിൻ്റെ അടിയിൽ നമ്മൾ ഇങ്ങനൊരു വോട്ടെടുപ്പ് നടത്തിയിരുന്നു. അതിൽ ഏകദേശം 435 ആളുകൾ അതിൽ പങ്കെടുത്തു. അതിൽ പറഞ്ഞത് 99% ആളുകളും 93% ആളുകളും പെൻഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ അതിൽ 7% ആളുകൾ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 20-30 ആളുകൾക്ക് ഇന്നലെ പെൻഷൻ ലഭിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ കൊടുത്ത വീഡിയോയുടെ അടിയിൽ നമ്മൾ കമൻറ്റായി ചോദിച്ചിരുന്നു, പെൻഷൻ ലഭിച്ചത് ആർക്കെല്ലാമാണ്, പെൻഷൻ ലഭിച്ച ആളുകൾ പറയുക എന്നുള്ളതെല്ലാം. അതിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ തന്നെ ഇസാഫ് ബാങ്കിൽ പെൻഷൻ ലഭിച്ചു, ഗ്രാമീണ ബാങ്കിൽ പെൻഷൻ ലഭിച്ചു എന്നിങ്ങനെ പല കമൻറ്റുകളും അതിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ പെൻഷൻ വിതരണം തുടങ്ങിയിട്ടുണ്ടോ? നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നലെ കുറച്ച് ആളുകൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ സെർവർ തകരാറ് മൂലമാണ് പെൻഷൻ ഇപ്പോൾ ലഭിക്കാത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇന്നലത്തെ അടിയിൽ വന്നൊരു കമൻറ്റാണ്, ഇസാഫ് ബാങ്കിൽ ഇപ്പോൾ എത്തി 1600 രൂപ എന്ന് പറഞ്ഞ്. അങ്ങനെ പല ആളുകൾക്കും ഇന്നലെ പെൻഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ എത്തിയത്. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പെൻഷൻ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ സെർവർ തകരാറ് മൂലമാണ് പെൻഷൻ വിതരണം തടസ്സപ്പെട്ടത്. നമുക്കറിയാം, ഒരു സോഫ്റ്റ്വെയർ സെർവർ മൂലമാണ് പെൻഷൻ നമ്മുടെ അക്കൗണ്ട് കറക്റ്റ് സമയത്ത് എത്തുന്നത്. അതിലെ ചെറിയ തടസ്സങ്ങൾ പോലും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയോട് കൂടി തന്നെ, ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ആയാലും പെൻഷൻ നമ്മുടെ കൈകളിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇന്ന് രാവിലത്തോടു കൂടി തന്നെ സെർവറിൻ്റെ തകരാറ് പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. പെൻഷൻ ഇന്ന് തന്നെ നമ്മുടെ കൈകളിലെത്തും. അതുപോലെ തന്നെ ഇനിയും മസ്റ്റിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കുക. അതുപോലെ തന്നെ ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക. അടുത്ത മാസമായിരിക്കും വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സത്യാമൂല്യം നൽകേണ്ടത്. അത് അറിയിപ്പ് വരുന്ന സമയത്ത്, ഇപ്പോൾ അതിന് അറിയിപ്പ് വന്നിട്ടില്ല, അറിയിപ്പ് വരുന്ന സമയത്ത് അത് കറക്റ്റായി ചെയ്യുക. സർക്കാർ പറയുന്ന കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അനർഹമായിട്ട് ഒരുപാട് ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട്. അങ്ങനെ കൈപ്പറ്റുന്ന പെൻഷൻ മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടി വരും. നമ്മുടെ വീട്ടിൽ 4 ചക്ര വാഹനമുള്ളവർ, 1 ഏക്കറിന് മേലെ ഭൂമിയുള്ള ആളുകൾ, 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, അങ്ങനെ പല കാറ്റഗറിയും തിരിച്ച് സർക്കാർ ഉത്തരവ് ഇറക്കിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റി കഴിഞ്ഞാൽ അവർ പിന്നീട് വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.